നിങ്ങൾക്ക് തന്നെ എത്ര എക്സാം എഴുതിയിട്ടാണ് ഒരു ഡോക്ടറാവാൻ പറ്റുക? ഡോക്ടറാവാൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക അല്ലേ? നിങ്ങൾക്ക് ഇപ്പം നാട്ടിൽ നീറ്റ് എഴുതണം, ഇതൊന്നും പോരാത്തന്നെ MBBS ഇത്രയും വർഷത്തെ എക്സാം എഴുതണം. MBBS എബ്രോഡ് പോയി പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആവാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എക്സാമും കൂടെ അതാത് കൺട്രിയിൽ കൊടുക്കണം അല്ലേ? ഇപ്പോൾ USMLEയോ പ്ലാബോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നെക്സ്റ്റോ എന്ന് പറയാം സെക്കൻഡറി എക്സാമോ ഒക്കെ നമുക്ക് വീണ്ടും എഴുതേണ്ടി വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്കൊരു ഡോക്ടറാവാൻ പറ്റുക. സോ മാഗ്നറ്റ് എങ്ങനെയാണ് ഇതിനകത്ത് ഈ ഒരു പിക്ചറിൽ വരുന്നതെന്ന് വെച്ചാൽ, ഈ യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. ഞങ്ങൾ യൂണിവേഴ്സിറ്റി റെപ്രസെൻറ്റേറ്റീവ്സാണ് പല കൺട്രീസിൻ്റെ പല യൂണിവേഴ്സിറ്റികളുടെ. സോ ഈ യൂണിവേഴ്സിറ്റികൾക്ക് എന്താണ് വേണ്ടത്? പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ, എന്ന് വെച്ചാൽ അവിടെ പോയി പഠിച്ച് പാസ്സാവുന്ന കുട്ടികളെയാണ് അവർക്ക് വേണ്ടത്. സോ ആ പറയുന്ന ഇൻറ്റൻറ്റ് ഉള്ള കുട്ടികളെ കണ്ടെത്തുക എന്നുള്ളതിൻ്റെ ഒരു മേജർ ഫാക്ടറാണ് ഈ എക്സാം ഞങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ശരി, എക്സാം എഴുതുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ? തീർച്ചയായിട്ടും അവർക്കും അവരുടെ മാതാപിതാക്കൾക്കും പേരൻസിനും കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഈ പറയുന്ന സ്കോളർഷിപ്പ് എക്സാം അല്ലേ? ഞങ്ങളെ സംബന്ധിച്ച് സ്റ്റുഡൻസിന് മാക്സിമം ലെവൽ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി ലെവലിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളും യൂണിവേഴ്സിറ്റിയായിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഖ്യ എന്ന് പറയുന്ന ഒരു തുകയാണ് വെറും 45,000 രൂപയ്ക്ക് നമ്മളുടെ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും വെറും 45,000 രൂപയ്ക്ക് ഇന്ത്യയിൽ പേയ്മെൻ്റ് എടുത്ത് ബാക്കിയുള്ളത് അവിടെ ചെന്നിട്ട് ആയിക്കോട്ടെ, അങ്ങനെ ഫീസ്, ബാക്കിയുള്ള ഫീസ് അവിടുത്തെ എന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ഈ പറയുന്ന ഇനീഷ്യേറ്റീവ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേജർ കാര്യങ്ങളെന്ന് വെച്ചാൽ, കുട്ടികൾ ഏകദേശം എല്ലാവരും ഒരു 20 ബിലോ ഏജുള്ള സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ അവർക്ക് അവിടെ ചെന്നിട്ടുള്ള അക്കോമഡേഷൻ, ഫുഡ് ഒക്കെ എപ്പോഴും കൺസേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചില പേരൻസിന് നാട്ടിൽ നിന്ന് ഫണ്ട് അയച്ചു കൊടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, ചിലർക്ക് പാർട്ട് ടൈം അവിടെ കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ ആ പറഞ്ഞ എക്സ്പെൻസ് എല്ലാം കൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, അതാത് കൺട്രീസിൽ നിങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു ടീം അവിടെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ അവിടുത്തെ ഒരു ഓണറബിൾ അസിസ്റ്റൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് തരാനായിട്ടുള്ളത്. അതോടൊപ്പം തീർച്ചയായിട്ടും എബ്രോഡ് എഡ്യൂക്കേഷൻ ലോൺ സംവിധാനവും നമുക്ക് നടത്താനായിട്ട് ഞങ്ങളുടെ ടീമിൽ തന്നെ ആൾക്കാരുണ്ട്. കാരണം ഞങ്ങൾ അനേകം ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണ്. തീർച്ചയായിട്ടും ഞങ്ങളെ സമീപിക്കാം. ഞങ്ങളുടെ ടീം എപ്പോഴും അവൈലബിൾ ആയിരിക്കും.